നമസ്കാരം, ഏവർക്കും നവരസ മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആദർശ് മൈത്രി ദാനശീലൻ. അപ്പോൾ ചൂട് ഒരുപാട് കൂടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഇരിക്കാൻ വയ്യ. ഇപ്പോൾ പുറത്തു പോകുന്നവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അത്രത്തോളം ചൂടാണ് കേരളത്തിൽ കൂടിയിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചൂട് കൂടുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതിന് കാരണം ആഗോള താപനമാണ്. ആഗോള താപനത്തിന് വലിയ കാരണം ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നൊരു പ്രതിഭാസമാണ്. അപ്പോൾ എന്താണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്? നമുക്കറിയാം, നമ്മുടെ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ പോലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസുകളുണ്ട്. ഇത് ചൂടിനെ വലിച്ചെടുക്കുന്നു, ചൂടിനെ പിടിച്ചെടുത്ത് അന്തരീക്ഷത്തെ ചൂടാക്കുന്നു. സത്യത്തിൽ ഇത് നമുക്ക് ആവശ്യമാണ്. കാരണം നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പിനും അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പിനും ഒക്കെ ഈ ഒരു ചൂട്, പരിമിതമായൊരു ചൂട് ആവശ്യമാണ്. അപ്പോൾ അതാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് ചെയ്യുന്നത്. പക്ഷേ അമിതമായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഉൽപ്പാദനം അല്ലെങ്കിൽ അമിതമായിട്ടുള്ള മീഥേൻ്റെ ഉൽപ്പാദനം മൂലം ഒരുപാട് ചൂട് പിടിച്ചെടുക്കുകയും അന്തരീക്ഷത്തിൽ വലിയ രീതിയിൽ ചൂട് കൂടുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഫോസിൽ ഇന്ധനങ്ങളായ ഓയിൽ, ഗ്യാസ്, ഇതിൻ്റെ ഉൽപ്പാദനം അല്ലെങ്കിൽ ഇത് കത്തിക്കുന്നതിലൂടെ കൂടുതലായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് വരികയും ഇത് കൂടുതൽ ചൂടിനെ അന്തരീക്ഷത്തിൽ പിടിച്ചെടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതിലൂടെ വലിയ രീതിയിലുള്ള ചൂട് നമ്മൾ അന്തരീക്ഷത്തിൽ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മറ്റൊരു കാരണം എന്ന് പറയുന്നത് വനനശീകരണമാണ്. കാരണം നമുക്കറിയാം, വനങ്ങൾ അല്ലെങ്കിൽ മരങ്ങളെന്ന് പറയുന്നത് വലിയ രീതിയിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ പിടിച്ചെടുത്ത് ഓക്സിജൻ റിലീസ് ചെയ്യുന്നതാണ് മരങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഈ വനനശീകരണം മൂലം ഇത്തരത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ പിടിച്ചെടുക്കുന്നതിന് അളവ് കുറയുന്നു. ഇതിലൂടെ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഉൽപ്പാദനം അല്ലെങ്കിൽ അളവ് വളരെ കൂടുതലാകുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ചൂട് പിടിച്ചെടുക്കുന്നു. അതിലൂടെ വലിയ രീതിയിൽ നമുക്ക് ചൂട് അനുഭവപ്പെടുന്നു. അപ്പോൾ ഈ ഒരു പ്രതിഭാസമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഇത്രയും ചൂടിന് കാരണം. മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഓസോൺ ലെയറിലെ വിള്ളലുകളാണ്. നമുക്കറിയാം, ഓസോൺ ലെയർ എന്ന് പറയുന്നത് അൾട്രാവയലറ്റ് റേസിനെ നിന്ന് നമ്മൾ സംരക്ഷിക്കുന്നത് ഓസോൺ ലെയറാണ്. ഇലക്ട്രോണിക് ഉപകരണങ്ങളായ AC-യിൽ നിന്നും റെഫ്രിജറേറ്ററിൽ നിന്നും വരുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺ അഥവാ CFC ആണ് ഓസോൺ ലെയറിൻ്റെ വിള്ളലിന് കാരണമാകുന്നത്. നമ്മൾ ചൂട് കൂടുമ്പോൾ AC ഇടും, പക്ഷേ ആ AC ഇടുന്നതിലൂടെ വീണ്ടും നമ്മൾ ചൂട് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, ഇത് പല ജീവജാലങ്ങളുടെയും വംശനാശത്തിന് വരെ കാരണമാകും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ്, നമ്മുടെ തന്നെ പ്രവർത്തികൾ കൊണ്ടാണ് ഇത്രയേറെ ചൂട് നമ്മൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ വർദ്ധിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഒരുപാട് മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, ആവാസ വ്യവസ്ഥയ്ക്ക് എതിരായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇല്ലാതാക്കുക, വനനശീകരണം പോലുള്ള കാര്യങ്ങളെ ചെറുക്കുക, കുന്നുകൾ ഇടിച്ച് നിരത്തുന്നത് ചെറുക്കുക. അങ്ങനെ നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ദോഷമായി വരുന്ന എല്ലാ കാര്യങ്ങളെയും നമ്മൾ തടയാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു പരിധി വരെ നമുക്ക് ചൂട് കുറയ്ക്കാനായിട്ട് കഴിയും. ഇല്ലെങ്കിൽ ഇതിനേക്കാളും ചൂടായിരിക്കും നമ്മൾ വരും വർഷങ്ങളിൽ അനുഭവിക്കേണ്ടി വരുന്നത്. നമ്മുടെ അടുത്ത തലമുറയെ അവർ നമ്മൾ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തും. അപ്പോൾ ഇതാണ് നമ്മുടെ ചൂട് കൂടുന്നതിനായിട്ട് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്നും ഇത്തരം ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ചെയ്യുന്നത് അത് വളരെ വളരെ അത്യാവശ്യമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്.